ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇംപ്ലാന്റേഷൻ എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിനകത്ത് എഗ്ഗും സ്പേമും തമ്മിൽ മീറ്റായിട്ടുള്ള ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്നിട്ട് അറ്റാച്ച് ആകുന്നതിനെ പറ്റി പിടിക്കുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 ദിവസം മുതൽ 12ാമത്തെ ദിവസത്തിനകമായിരിക്കും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിനകത്തായിരിക്കും ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം, അതായത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്നിട്ട് ആ ഒരു എംബ്രിയോ അറ്റാച്ച് ആകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെവി ആയിട്ടുള്ള വെയിറ്റ് കഴിവതും എടുത്ത് പൊക്കാതിരിക്കുക. ഹെവി ആയിട്ടുള്ള വെയിറ്റ് പൊക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടുന്ന ഓക്സിജൻ സപ്ലൈയുടെ അളവിൽ ആ ഒരു സമയത്ത് വ്യത്യാസം വരാം. അങ്ങനെയുള്ള ഓക്സിജൻ സപ്ലൈയിൽ നമുക്ക് ആ ഒരു സമയത്ത് വ്യത്യാസം അനുഭവപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന്, ആ ഒരു എംബ്രിയോയ്ക്ക് വേണ്ടുന്ന, എംബ്രിയോ ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടുന്നത് കുറയ്ക്കാനായിട്ട് കാരണമാകുന്നു. ഇത് ഫെർട്ടിലിറ്റി മെഡിസിനൊക്കെ എടുക്കുന്നവരിലും അതുപോലെ IUI പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നവരിലും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആക്കുന്നതിന് കാരണമാകും. അപ്പോൾ കഴിവതും ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു ആ ഒരു ടൈം പീരീഡിൽ, ആ ഒരു സമയ കാലാവധിക്ക് അനുസരിച്ചിട്ട് നമ്മൾ കഴിവതും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു മൂത്ത കുട്ടിയുണ്ടെങ്കിൽ മൂത്ത കുട്ടിയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എടുത്ത് പൊക്കുന്നത് നമ്മൾ കുറയ്ക്കുക. കഴിവതും കുഞ്ഞിനെ മടിയിലിരുത്തി കളിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കട്ടിലിരുത്തി കളിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ബക്കറ്റിൽ തുണി എടുത്തിട്ട് നമ്മൾ അത് കൊണ്ട് നടക്കുക, മുകളിലോട്ട് കൊണ്ടുപോവുക, അതുപോലെ വെള്ളം പിടിച്ചിട്ട് കുറേ ദൂരമൊക്കെ നടന്നു വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം നിങ്ങൾ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ മെഡിസിൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കഴിവതുമല്ല, പൂർണ്ണമായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പെയിൻ കില്ലേഴ്സ്, ഈവൻ പല്ലുവേദനയുടെ മെഡിസിൻ ആണെങ്കിൽ കൂടി തന്നെയും അതിലുള്ള എഫക്റ്റ് കൊണ്ട്, ആ പെയിൻ കില്ലിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ട് ഈ ഒരു എഫക്റ്റ് നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് കാരണമാകും. അപ്പോൾ കഴിവതും ഇങ്ങനെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ഇനി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്ടറോട് പ്രത്യേകം പറയുക, പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, ഈ മന്ത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾക്ക് പറ്റുന്ന, ഒരു അമ്മയാകാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ത്രീക്ക് പറ്റുന്ന ഡോസേജിലെ ആ ഡോക്ടർ മെഡിസിൻ നിങ്ങൾക്ക് എഴുതുകയുള്ളൂ. അതല്ലാതെ നിങ്ങളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അയാളോട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ എടുത്തു തരാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കഴിവതും നിങ്ങൾ ഏത് തരത്തിലുള്ള പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും, ഏത് തരത്തിലുള്ള മെഡിസിൻ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ തലവേദന, അതുപോലെ തന്നെ നമുക്ക് തുമ്മൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ജലദോഷം പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആ കഴിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ ഫെയിൽ ആക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ച് കഴിക്കരുത്. നിങ്ങളുടെ ഡോക്ടറോട് ഈ ഒരു മന്ത് നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിസിൻ കഴിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കോഫി കുടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈവൻ ടീ ആണെങ്കിലും നിങ്ങൾ കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നന്നായി കുറയ്ക്കുക. ഇപ്പോൾ 2 നേരം നിങ്ങൾ കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ അത് 1 നേരമാക്കിയിട്ട് നിങ്ങൾ ചുരുക്കുക. ആ നേരം കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല എങ്കിൽ കഴിവതും നിങ്ങൾ കോഫി കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. പകരം ഈ റാസ്ബെറി ടീ ഒക്കെ നമ്മൾ കുടിക്കുന്നത് നല്ലതായിരിക്കും. ഈ റാസ്ബെറി ടീ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടാകും. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ടീ നിങ്ങൾ കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ടീ ആണ്. നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനും നിങ്ങളുടെ പ്രഗ്നൻസി നല്ലപോലെ പിടിച്ചു കിട്ടുന്നതിനും അത് നിങ്ങളെ സഹായിക്കും. മാക്സിമം നിങ്ങൾ ടീ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സ് എല്ലാം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കുടിക്കുന്നതിലൊക്കെ ഈ കഫേയിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടാകും. നമ്മളിപ്പോൾ ഫ്രഷ് ലൈം കുടിക്കുന്നതിനല്ലാട്ടോ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ, ഈ കുപ്പിയിൽ വരുന്ന, ബോട്ടിൽ വരുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ കുടിക്കാറില്ലേ, ഇപ്പോൾ 7up പോലെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കുടിക്കുമ്പോഴേക്കും അതിൽ കഫേയിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്, കോക്കോ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കണ്ടൻറ്റ് നമ്മൾ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആക്കുന്നതിന് കാരണമാണ്.
കാരണമാകും. ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ തന്നെയും ലാക്ടേഷൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് നിങ്ങൾ വാങ്ങിച്ച് കുടിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ, ജങ്ക് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഇപ്പോൾ പിസ്സ, ബർഗർ, സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ഇപ്പോൾ കുഴിമന്തി, ബിരിയാണി, ഷവർമ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഈ ഇതുപോലെയുള്ള ഫുഡ്സും അതുപോലെ ജങ്ക് ഫുഡും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള വസ്തുക്കൾ നമ്മളുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ കഴിവതും ഈ ജങ്ക് ഫുഡൊക്കെ മാറ്റിയിട്ട് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ്, ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ചോറ് കഴിക്കുമ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ കറി ആഡ് ചെയ്തിട്ട്, അതായത് ഹെൽത്തി ആയിട്ടുള്ള കറികൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കുക. ചോറ് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ആ ബോഡി ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടുള്ളതും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിന് വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള ന്യൂട്രിയൻസ് നിങ്ങൾക്ക് ആ ഒരു വെജിറ്റബിൾസ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് മൂലവും സാലഡ് കഴിക്കുന്നത് മൂലമൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തും. ഇത് നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡെല്ലാം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിവതും എന്ന് പറയുന്നതിനേക്കാളും നല്ലത് 100% നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിവതും കുറയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. അത്യാവശ്യത്തിന് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതല്ലാതെ ഈ ഒരു സമയത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എസ്പെഷ്യലി ഫോർട്ടിലിറ്റി മെഡിസിൻസ് എടുക്കുന്നവരെ. നാച്ചുറലായിട്ട് റോഡിൽ കൂടി ട്രാവൽ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഉൾപ്പെടെ എൻ്റെ ഫസ്റ്റ് 2 പ്രഗ്നൻസിയിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പ്രഗ്നൻ്റ് അല്ല ആകുന്നതിന് മുൻപും ആ ഒരു ടൈമിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ 3 മാസമൊക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു യൂട്രസിൻ്റെ ഒരു കപ്പാസിറ്റി ആയിരിക്കണമെന്നില്ല ഫോർട്ടിലിറ്റി മെഡിസിൻ എടുക്കുന്ന ഒരാളുടെ യൂട്രസിൻ്റെ കപ്പാസിറ്റി. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിരുന്നത് പോലെ ആയിരിക്കണമെന്നില്ല സെക്കൻഡ് പ്രഗ്നൻസിയിൽ നമ്മുടെ സിറ്റുവേഷൻ. അതനുസരിച്ചിട്ടായിരിക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ആ ഒരു കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിനുമൊക്കെ ആ ഒരു തുടക്ക സ്റ്റേജിൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആക്കുന്നതിനുമൊക്കെ അത് കാരണമാകാം. കഴിവതും ഫോർട്ടിലിറ്റി മെഡിസിൻ എടുക്കുന്നവരും അതുപോലെ IUI പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവരും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ട്രാവൽ ആണെങ്കിൽ നിങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊന്നും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള പോകുന്നവരൊക്കെ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻ എടുത്തിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുക. ഇപ്പോൾ 2 വീലറിനൊക്കെയാണ് നിങ്ങൾ യാത്ര പോകുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതുപോലെ ഗട്ടറുള്ള റോഡുകൾ വരുമ്പോൾ ഒന്ന് ആ ഒരു ബ്രേക്ക് പിടിച്ച് ഒന്ന് സ്ലോയിൽ പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. റോഡിലൂടെ അലക്ഷ്യമായിട്ട് ഗട്ടറുകളെല്ലാം ചാടി പോകാതെ ഗട്ടർ വരുന്ന ആ ഒരു സമയത്ത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ആ ഒരു മിനിമൽ സ്പീഡിൽ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കൽ കോണ്ടാക്റ്റ് കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട് ഫസ്റ്റത്തെ 3 months നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. കാരണം ആ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകാനായിട്ട് അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രഷർ കൊടുക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ അത്തരത്തിലുള്ള കോൺട്രാക്ഷൻസ് നമുക്ക് ഉണ്ടാകാം. അതുകൊണ്ടാണ് ഏകദേശം ഒരു ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ പീരിയഡ് ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നവർ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യുന്നത് നോർമൽ ഡെലിവറി ഉണ്ടാക്കാനായിട്ട് കാരണമാകും എന്നും ഡോക്ടേഴ്സ് പറയാറുണ്ട്. കാരണം ആ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റിൽ ആ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടാകാനും നമുക്ക് ഡെലിവറി പെട്ടെന്ന് നടക്കാനായിട്ടും അത് സഹായിക്കും. അപ്പോൾ അതല്ലാതെ ഫസ്റ്റത്തെ ആ ഒരു 3 മാസം നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് കഴിവതും അവോയ്ഡ് ചെയ്യുക. എസ്പെഷ്യലി ഇംപ്ലാന്റേഷൻ നടക്കുന്ന ടൈം പീരീഡിലെല്ലാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഇനി കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്രസിന് കൂടുതൽ പ്രഷർ കൊടുക്കാതെ, നമുക്ക് സ്ത്രീകളിൽ കൂടുതൽ പ്രഷർ വരുന്ന രീതിക്കുള്ള പൊസിഷൻസ് ഓപ്റ്റ് ചെയ്യാതെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന തരത്തിലുള്ള പൊസിഷൻസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ
അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.